KS റോസൽ രാജ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി. CPI നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച ശരത് പ്രസാദിനെ മാറ്റിയ ഒഴിവിലേക്കാണ് റോസൽ രാജിനെ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായെന്ന് KS റോസൽ രാജ് പ്രതികരിച്ചു. ജില്ലാ കമ്മിറ്റിയിലെ ഒഴിവുകൾ നികത്തി. ശരത് പ്രസാദിനെ പൂർണ്ണമായും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെന്നും KS റോസൽ രാജ് പറഞ്ഞു. ഞങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ ഉൾപ്പെടെ അതിൻ്റെ ഉപഭാരവാഹികളൊക്കെ ഉണ്ട്. കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സംഘടന. ആ തരത്തിൽ തന്നെ ഞങ്ങൾ പോവും. അങ്ങനെ പ്രത്യേകം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സംഘടനയ്ക്കകത്ത് അങ്ങനത്തെ ഒരു രീതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കും. ഞങ്ങളുടെ DYFI ജില്ലാ കമ്മിറ്റി യോഗം കേന്ദ്ര കമ്മിറ്റി അംഗം പങ്കെടുത്തു. സഖാവ് R രാഹുൽ പങ്കെടുത്തിട്ടാണ് ഈ യോഗ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അതാണ് നിങ്ങളോട് ഇപ്പോൾ അറിയിച്ചത്. സംഘടന തന്നെ എടുത്ത തീരുമാനം. അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അമൽ, തൃശ്ശൂരിൽ ഉണ്ടായ വിവാദം അത് അറിയുന്ന ശബ്ദ സന്ദേശം വരികയും പിന്നീട് അതിൽ നടപടി നേടുകയും ചെയ്തു. ശരത് പ്രസാദിന് DYFI ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നു. താഴെ തട്ടിലേക്ക് ഇറക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പുതിയ നേതൃത്വം വരുന്നു, അല്ലെങ്കിൽ പുതിയ ജില്ലാ സെക്രട്ടറി DYFIക്ക് അവിടെ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായാണ് എന്നാണ് പുതിയ സെക്രട്ടറി റോസൽ രാജ് പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഇപ്പോൾ റോസൽ രാജ് തൃശ്ശൂരിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള R രാഹുലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ചില അംഗങ്ങളുടെ ഒരു ഒഴിവുണ്ട്. ആ ഒഴിവും നികത്തിയിരിക്കുകയാണ്. അതായത് നേരത്തെ കമ്മിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു കമ്മിറ്റി, അല്ലെങ്കിൽ കുറേയൊക്കെ മാറ്റമുണ്ടെങ്കിലും പുതിയൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ പുതുതായി തൃശ്ശൂരിന് ലഭിച്ചിരിക്കുന്നതെന്ന് കുറേയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് CPIM-ന്റെ സംസ്ഥാന നേതാക്കളുടെ ഒരു യോഗത്തിൽ വെച്ച് ഇത്തരത്തിൽ റസലിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തൃശ്ശൂരിലെ DYFIക്ക് ആവശ്യമുണ്ടായെന്നും അങ്ങനെ കൊണ്ടുവരണം എന്നൊരു തീരുമാനം എടുത്തതായി നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തൃശ്ശൂരിൽ എത്തിയിരുന്നു. രാവിലെ DC-യിൽ ചേർന്ന യോഗത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്തിരുന്നു. പക്ഷേ CPM-ന്റെ നേതാക്കളുടെ ഒരു സമ്മർദ്ദത്തെ തുടർന്നല്ല, DYFIയുടെ നേതാക്കൾ തന്നെ യോഗം ചേർന്ന് ഇത്തരത്തിലുള്ളൊരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ റോസൽ രാജ് തന്നെ നമ്മോട് പറഞ്ഞത്. റോസൽ രാജിന് വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ മുത്തശ്ശനടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ഒരാളാണ്. അങ്ങനെ ഒരാളെ തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ സെക്രട്ടറി ആയിരുന്ന ശരത് പ്രസാദിന്റെ ശബ്ദരേഖാ വിവാദമൊക്കെ നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ജില്ലയിലെ CPM നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്ന രീതിയിൽ, പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ വലിയ സാമ്പത്തിക ഒരു ക്രമക്കേടിന്റെ ആരോപണങ്ങളെല്ലാമായിരുന്നു ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. പിന്നാലെയാണ് ശരത് പ്രസാദിനെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒക്കെ മാറ്റിയിരിക്കുന്നത്. പുതിയ ജില്ലാ സെക്രട്ടറി DYFIക്ക് തൃശ്ശൂരിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അമൽ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.